ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 10ാം ക്ലാസ്സിന്റെ SSLC പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ സർക്കാർ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. SCERTയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിരവധി ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെറ്റ് A, B, C എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് എല്ലാ സബ്ജക്റ്റിന്റെയും എന്ത് കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, SCERT എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, SCERTയുടെ വെബ്സൈറ്റിലോട്ട് നിങ്ങൾ പോവും. അതിൽ ആദ്യം കാണുന്ന SCERT കേരള എന്ന് കൊടുത്തിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ മുകളിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെ, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. അപ്പൊ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2026 ക്ലാസ് 10 എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിരവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാനായിട്ട് പറ്റും. കണ്ടോ മക്കളെ, ഇവിടെ കേരള പാഠാവലിയുടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സെറ്റ് A, B, C എന്ന് പറഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, Aയും Bയും Cയും അങ്ങനെ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കുള്ള വിഷമം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഭൗതിക ശാസ്ത്രം അല്ലെ, ഫിസിക്സിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഫിസിക്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കൂ, ഫിസിക്സിനും A, B, C എന്ന് പറഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. യെസ്, നമുക്കിവിടെ കാണാം. ഓക്കെ, സെറ്റ് A ആണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത്. സെറ്റ് Aയിൽ തന്നെ നമുക്ക് നിരവധി ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റും റീസണും ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അതുപോലെ 1 മാർക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണോ നിങ്ങളുടെ SSLC പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ആൻസർ എവിടെ കിട്ടുമെന്ന് പലരും ചോദിക്കും. എടാ മക്കളെ, ഈ PDF-നകത്ത് ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻസർ കീയും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, യെസ്, നമുക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി പഠിക്കാൻ റിസോഴ്സസ് ഇല്ല, അല്ലെങ്കിൽ പഠിക്കാൻ സ്റ്റഡി മെറ്റീരിയൽസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള വിഷമം നിങ്ങൾ ഇനി വേണ്ട. ഇനി നിങ്ങൾക്ക് എന്തുണ്ട്, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാതും നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ലിങ്ക് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഇതിന്റെ ലിങ്കും നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്ത് തരാം. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് കേരള സർക്കാരിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇത്തവണത്തെ SSLC പരീക്ഷ കുറച്ച് കടുപ്പമായേക്കാം എന്നാണ്. അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ലെവല് കൂടിയ ക്വസ്റ്റ്യൻസ് ആണ്. കാരണം നിങ്ങൾക്കറിയാം, ഈ വർഷം ടെക്സ്റ്റ് ബുക്ക് മാറിയ സമയത്ത് നമുക്ക് കുറെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അവൈലബിലിറ്റി കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയേക്കാം എന്നുള്ള രീതി ഉള്ളത് കൊണ്ടാണ് ആദ്യമേ തന്നെ അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിലീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ മോഡലിലുള്ള അല്ലെങ്കിൽ ഇതേ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ SSLCക്ക് ഉണ്ടാവുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിലെ ഏത് ടോപ്പിക്കിൽ നിന്നാണ് ആ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ആ ടോപ്പിക്ക് നിങ്ങളൊന്ന് സർക്കിൾ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റാർ ഇട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് ആ ടോപ്പിക്ക് മാത്രം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എല്ലാ ടോപ്പിക്കും പഠിക്കണം. ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, അങ്ങനെയാണ് ഒരു ടോപ്പർ ചിന്തിക്കുക. നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം, ഒരു ടോപ്പർ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ നിങ്ങൾ ചിന്തിച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കും കൂടുതൽ എഡ്യൂക്കേഷൻ അപ്ഡേറ്റുകൾക്കും ആയിട്ട് നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെയുള്ള റിവിഷൻ ക്ലാസ്സുകളെല്ലാതും തന്നെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. സോ താങ്ക് യു, ബൈ. എല്ലാവർക്കും കിട്ടിയാലോ, അടുത്ത വീഡിയോയിൽ കാണാം.